മീര വാസുദേവ് കഴിവുറ്റ നടി, നല്ല കലാകാരി, നല്ല സ്വഭാവം, എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ സൗന്ദര്യം കൊണ്ട് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ മീര വാസുദേവ്. പക്ഷേ ചെറുപ്പം മുതലേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ലൈംഗിക പീഡനം എല്ലാം അനുഭവിച്ച് മാനസികമായി തകർന്നൊരു ജീവിതമാണ് മീര വാസുദേവിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാം വയസ്സ് മുതൽ 17-ാം വയസ്സ് വരെ ഒരു അധ്യാപകൻ, ട്യൂഷൻ മാഷ് ലൈംഗികപരമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ നാറ്റിക്കും, അച്ഛനമ്മോടും പറഞ്ഞ് നാറ്റിക്കും. ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നത്തെ കാലം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് ഭയമാണ്, പേടിയാണ്. ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് ഈ അധ്യാപകൻ ഇത്രയും കൊല്ലം വളരെ മോശമായിട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമം ഒരുപാട് മനസ്സിൽ നൊമ്പരായിട്ട് കിടന്നു. അത് കഴിഞ്ഞ് ആ മാഷ് അനിയത്തിനും കൂടി പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ മീര വാസുദേവ് പറഞ്ഞു അത് നടക്കില്ല. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ അതൊക്കെ തീർന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെയാണ് പിന്നെ ഇപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മീര വാസുദേവ് തുറന്ന് പറയണത്. കാരണം ഇപ്പോൾ അവസാനത്തെ ഒരു പയ്യനായിട്ട് കല്യാണം കഴിച്ച് ആ കല്യാണം ബന്ധം വേർപ്പെടുത്തി. പക്ഷേ മീര വാസുദേവ് പറയണത് അവനേക്കാളും കൂടുതൽ പ്രായം എനിക്കുള്ള കാരണം അവൻ എന്നെ ഒരു അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഭാര്യ ആകുമ്പോൾ അമ്മയാണ്, ഭാര്യയാണ്, അച്ഛനാണ്, അമ്മയാണ്, ചേട്ടനാണ്, സുഹൃത്താണ്, എല്ലാമാണ്. പക്ഷെ അതുകൊണ്ട് കൂടുതൽ അവന് മെച്യൂരിറ്റി വരാത്തതുകൊണ്ട് അവൻ എന്നെ ഒരു അമ്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കൂടെ തന്നെയാണ് ഞങ്ങളിപ്പോൾ വേർപിരിഞ്ഞത്. അതിൽ ഞാൻ തുറന്ന് എല്ലാവരോടും പറയുന്നതെന്ന് മാത്രം. എനിക്ക് ഒരു അബദ്ധം കൂടി പറ്റിയെന്ന് മാത്രം. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഇനി സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഗാ സീരിയലൊക്കെ അഭിനയിക്കുന്ന നടിയാണ്. ആ നടിയുടെ ജീവിതം തന്നെ ഒരു വലിയൊരു മെഗാ സീരിയലായിട്ട് മാറണം. അത് നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിലും വലിയൊരു മെഗാ സീരിയൽ. അതാണ് ചിലരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയും ഒത്തുപോകാനായിട്ട് കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ നടന്നു പോകും. ചിലവർക്കൊക്കെ നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ കിട്ടും, അവരൊക്കെ ഭാഗ്യവാന്മാർ. പക്ഷേ ചില ജീവിതങ്ങളും ചില സ്ത്രീകളുടെ ജനനവും ജാതകവും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല കാരണങ്ങളെ കൊണ്ടും ഇങ്ങനെ വേർപിരിയലും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും സ്വാഭാവികമാണ്. പക്ഷേ മീര വാസുദേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും അറിയുമെന്നും മാത്രം. അവരത് തുറന്നു പറയാനായിട്ട് അവർക്ക് യാതൊരു മടിയുമില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ കലാകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ് അവരുടെ ഏറ്റവും വലിയ ജീവിതം. ആ കലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ മുമ്പ് തന്നെ ഒരു നഗ്നായിട്ടൊരു ഭാഗം അഭിനയിച്ചില്ലേ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. 2025 ഞാൻ സിംഗിളാണ്. ഇതാരെ പറയണമെന്നറിയാം? നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ തന്മാത്രയിൽ അഭിനയിച്ച മീര വാസുദേവ്. എത്ര കല്യാണം കഴിച്ചു അല്ലെങ്കിൽ മൂപ്പര് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല നമ്മൾ പരിശോധിക്കുന്നത്. മൂപ്പരിപ്പോൾ കല്യാണം കഴിച്ചത് ഒഴിവായി. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മുൻപേ പ്രചരിച്ച് പല വ്യാജ വാർത്തകളും വന്നതോടുകൂടിയിട്ട് അതിനെല്ലാം ഒരു കടിഞ്ഞാണിട്ടുകൊണ്ടാണ് നമ്മുടെ മീര വാസുദേവ് പറഞ്ഞത്. പ്രവീണുമായിട്ടുള്ള വിവാഹം ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവീൺ ക്യാമറമാനാണ്. അദ്ദേഹം ഇത്തിരി പ്രായം കുറഞ്ഞ ആളും മീര ഇത്തിരി പ്രായം കൂടിയ ആളും. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുഖം ഞാൻ അനുഭവിക്കുക എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുഖം നിങ്ങളൊന്ന് അനുഭവിക്കുക. അതാണായാലും പെണ്ണായാലും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീര വാസുദേവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തല നമ്മൾ വേറൊരാളുടെ കക്ഷത്ത് കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈ നമ്മുടെ തലയോണയാക്കി ഉപയോഗിച്ചാൽ നമുക്ക് ഉറക്കം വരുമ്പോൾ അവർ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല. ഇനി എനിക്ക് കല്യാണമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വളരെയധികം ബിസിയാണ്. ഞാൻ എൻ്റെ കരിയറിനെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്തതെല്ലാം തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യരാകുമ്പോൾ തെറ്റ് ചെയ്യും, അത് തിരുത്തും ചെയ്യും. തെറ്റുകൾ ചെയ്തതൊക്കെ തിരുത്തിക്കൊണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മീര വാസുദേവനിരിക്കട്ടെ ഒരു ഗുഡ് സല്യൂട്ട്. എന്തെങ്കിലും ഇപ്പോഴെങ്കിലും ചിന്തിച്ചല്ലോ, നല്ല കാര്യമാണത്. പോരാത്തതിന് നമ്മളൊരു വിവാഹബന്ധം നമുക്ക് ദുരന്തമായാൽ പിന്നെ സ്ത്രീയായാലും പുരുഷനായാലും
രണ്ടാമതൊരു വിവാഹബന്ധത്തിൽ എടുത്ത് ചാടരുത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്രേമിക്കുകയാണെങ്കിലോ അവരൊക്കെ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും സാധിക്കാം. പക്ഷെ ഒരു പെണ്ണിനെ കൂടെ കൂട്ടരുത്. ഒരു ആണ് പെണ്ണിനെ കൂടെ കൂട്ടരുത്. ഒരു പെണ്ണ് ഒരു ആണിനെ കൂട്ടരുത്. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ മീരാ വാസുദേവ് പറഞ്ഞ പോലെ അതൊരു ബാധ്യതയായിട്ട് വരും. ബാധ്യത എന്ന് മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമായിട്ട് വരും കൂടെയുള്ള ആളുടെ. അതിനും ഭേദം നമുക്ക് സ്വന്തം കാര്യം ചിന്താവാം. ആരോടും പരിഭവമില്ല, ആരോടും വിഷമമില്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ എണീറ്റാൽ മതി, ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല. എത്ര നേരം നമുക്ക് മിണ്ടാണ്ടിരിക്കണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. എത്ര നേരം നമുക്ക് എവിടേക്കൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ പോവാം. കാല് കെട്ടിടാത്തൊരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് മീരാ വാസുദേവ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ. അത് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു.